സോ നമ്മൾ കണ്ടിന്യൂഷൻ ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ടോപ്പിക് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ് ആയിരുന്നു. നേരത്തെ നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ വർക്ക് ഡൺ ഒക്കെ പറഞ്ഞതാണ്. ഓയിലേഴ്സ് വർക്ക് ഡണും തിയററ്റിക്കൽ വർക്ക് ഡൺ ഒക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആണ്. ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സിൻ്റെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് pressure rise in the rotor blade to the pressure rise in a compressor stage. It is defined as the ratio of pressure rise in the rotor blades. ബ്ലേഡ്സിലുണ്ടാകുന്ന പ്രഷർ റൈസിൻ്റെയും അതുപോലെ തന്നെ കംപ്രസർ സ്റ്റേജിലുണ്ടാകുന്ന കംപ്രസറിൻ്റെ സ്റ്റേജ് എന്താണ് കംപ്രസർ സ്റ്റേജ്? റോട്ടർ ബ്ലേഡിൽ നിന്നും സ്റ്റേറ്റർ ബ്ലേഡ് റോട്ടർ ബ്ലേഡ് അങ്ങനെ പോകുന്നതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ റൈസിൻ്റെ കംപ്രസർ സ്റ്റേജ്, പ്രഷർ റൈസിൻ്റെ റോട്ടർ ബ്ലേഡ്, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പ്രഷർ റൈസ് ഇൻ ദ റോട്ടർ ബ്ലേഡ് ടു ദ പ്രഷർ റൈസ് ഇൻ ദ കംപ്രസർ സ്റ്റേജ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. പ്രഷർ റൈസ് ഇൻ ദ റോട്ടർ ബ്ലേഡ് ഡിവൈഡ് ബൈ പ്രഷർ റൈസ് ഇൻ ദ കംപ്രസർ സ്റ്റേജ്. അപ്പോൾ എന്താണ് പ്രഷർ റൈസ് ഇൻ ദ റോട്ടർ ബ്ലേഡ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് മെയിൻലി റോട്ടർ ബ്ലേഡ്സ് എന്താണ് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റും? സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞത് റോട്ടർ ബ്ലേഡ്സ് ആർ അറ്റാച്ച് ടു ദ വാട്ട്? നമ്മൾ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റോട്ടർ ബ്ലേഡ്സ്? റോട്ടർ ബ്ലേഡ്സ് ഉണ്ടോ? റൊട്ടേറ്റിംഗ് ഡ്രമ്മിലാണ് നമുക്ക് റോട്ടർ ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡ്രം ഈസ് അറ്റാച്ച് ടു ദ മോട്ടോ. ഷാഫ്റ്റ് വഴി ഡ്രൈവ് ഷാഫ്റ്റ് വഴി മോട്ടോറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഡ്രമ്മിനകത്ത് നമുക്ക് റോട്ടർ ബ്ലേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റോട്ടർ ബ്ലേഡ്സും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ റൈസ് ആണ് റോട്ടർ ബ്ലേഡ്സിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ റോട്ടർ ബ്ലേഡ്സ് എയറിന് ഈ സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് കൊണ്ട് അതിനകത്ത് എയറിന് ഉണ്ടാകുന്ന പ്രഷർ റൈസ് ആണ്. റോട്ടർ ബ്ലേഡ്സിൻ്റെ റൊട്ടേഷൻ കൊണ്ട് എയറിനുണ്ടാകുന്ന പ്രഷർ റൈസ് ആണ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ എഫക്റ്റ്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ അല്ലേ നമുക്ക് അറിയാമല്ലോ പ്രഷർ റൈസ്. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഇതെന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ അത് ഇതിൻ്റെ പ്രഷർ റൈസിൻ്റെ ടേമിൽ പറയുന്നത് CR1² മൈനസ് CR2² ഡിവൈഡഡ് ബൈ 2. അതായത് R1² എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. VR ആണ്. VRന് പകരമാണ് നമ്മളിവിടെ CR എഴുതുന്നത്. CR1² എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് സൈഡ് മൈനസ് സ്ക്വയർ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് സൈഡ് മൈനസ് സ്ക്വയർ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ റോട്ടർ ബ്ലേഡ്. റോട്ടർ ബ്ലേഡിൻ്റെ ഇൻലെറ്റിൽ ഔട്ട്ലെറ്റിലുള്ള റിലേറ്റീവ് വെലോസിറ്റി സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, CR1² മൈനസ് CR2² ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ദെൻ പ്രഷർ റൈസ് ഇൻ എ കംപ്രസർ സ്റ്റേജ് ഈക്വൽസ് വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ്. അതായത് അതിനകത്തുള്ള വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജിനെയാണ് നമുക്ക് പ്രഷർ റൈസിൻ്റെ കംപ്രസർ സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, അതായത് CW2 മൈനസ് CW1 ഇൻറ്റു CB1. അതായത് വേൾഡ് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഔട്ട്ലെറ്റിലുള്ള വേൾഡ് വെലോസിറ്റി മൈനസ് ഇൻലെറ്റിലുള്ള വേൾഡ് വെലോസിറ്റി ഇൻറ്റു ഇതെന്താണ് ബ്ലേഡ് വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലേഡ് CB1. CBL എന്ന് പറയുന്നതാണ്. അതായത് CBL1 CBL2 എല്ലാം സെയിം ആണ്. അതറിയാമല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBL1ഉം CBL2ഉം CBL3 ഒക്കെ സെയിം ആണ്. ഓക്കെ, ബ്ലേഡ് വെലോസിറ്റി, ബ്ലേഡിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി. ഇതെന്താണ് വേൾഡ് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ വർക്ക് ഡൺ പറഞ്ഞായിരുന്നു എന്താണ്? CW2 മൈനസ് CW1 ഇൻറ്റു CBL1 ആണ് എന്ത്? വർക്ക് ഡൺ പെർ സെക്കൻഡ് ഫോർ യൂണിറ്റ് മാസ് ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രഷർ റൈസിൻ്റെ. അപ്പോൾ ഓരോ സ്റ്റേജിലുണ്ടാകുന്ന പ്രഷർ റൈസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ തന്നെയാണ് വരുന്നത്. വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് തന്നെയാണ് വരുന്നത് പ്രഷർ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് അതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്ന് പ്രഷർ റൈസിൻ്റെ റോട്ടർ ബ്ലേഡ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? CR1² മൈനസ് CR2² ഡിവൈഡ് ബൈ 2. അതായത് റിലേറ്റീവ് വെലോസിറ്റിയുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ്. ദെൻ പ്രഷർ റൈസിൻ്റെ കംപ്രസർ സ്റ്റേജ് ഈക്വൽസ് വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ്. അതായത് നമ്മൾ വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് ആണ് പ്രഷർ റൈസിൻ്റെ കംപ്രസർ സ്റ്റേജ്. നമ്മൾ ഇത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിനകത്ത്. അപ്പോൾ എന്ത് പറ്റും? ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഈ രീതിയിൽ വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. CW2 എന്താണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വയ്ക്കും. നമ്മൾ നേരത്തെ ഡെറിവ് ചെയ്തത് CW2 ഈക്വൽ ടു എന്താണ്? CW1 ഉണ്ടോ? CW1നും CW2 നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. CW2 ഈക്വൽ ടു CBL2 മൈനസ് CF2 ടാൻ ബീറ്റ. അത് നമുക്ക് ആ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടി പറയാത്തത്. നേരത്തെ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് CW2 എങ്ങനെ വന്നതെന്നുള്ളത്. ഇനി ഒന്നൊരു പറയണത് CW2 ഇവിടെ വരുന്നതാണ് VW2 തന്നെയാണ് CW2 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ടാൻ ആൽഫ 2 എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ,
അതിൽ നിന്നാണ് ടാൻ ആൽഫ എടുക്കുക CW2/CF2. അതിൽ നിന്ന് നമ്മൾ CW2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചുണ്ടോ, ഇങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്താണ്. അതൊന്നും ഒന്നുകൂടി പറയുന്നില്ല. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിന്നാണ് CW2ഉം CW1ഉം കണ്ടുപിടിച്ച നേരത്തെ അതേ ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇക്വേഷനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് CW2ൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടാൻ ബീറ്റ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു. ഔട്ട്ലെറ്റ് വെയിൻ ആംഗിളിൻ്റെ ആംഗിളാണ് ബീറ്റ2. അപ്പോൾ അതിൽ നിന്ന് CW2 ഇൻ ടേംസ് ഓഫ് ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ ഈ രീതിയിൽ വരും. അതിനൊക്കെ CW1നും അതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ CW2 - CW1 ആണ് ഏറ്റവും നമുക്ക് ഈ C എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ദെൻ ഈ ഇൻലെറ്റ് നമ്മളിപ്പം CW2 - CW1 കണ്ടു. ഇനി CR1ഉം CR2 റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അതിനകത്ത് ആദ്യമേ CR1² എടുത്തു. CR1² ഇക്വേഷൻ നമുക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെലോസിറ്റി ട്രയാങ്കിളില്ലേ, ഈ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് CR1² എന്ന് പറയുന്നത് ഏതാണ്? അത് VR1² തന്നെയാണ്. VR1 തന്നെയാണ് CR1² എന്ന് പറയുന്നത്. അപ്പോൾ CR1². അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. വി ക്യാൻ അപ്ലൈ ദ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ഈ സൈഡ് സ്ക്വയർ പ്ലസ് ഈ സൈഡ് സ്ക്വയർ ആണ് ഇത്. അപ്പോൾ ഈ സൈഡ് VF1 ആണ്, ഈ സൈഡ് എന്താണ്? U - VW1. അല്ലെങ്കിൽ ഈ സൈഡിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, VF1 ടാൻ ബീറ്റ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. VF1 ടാൻ ബീറ്റ. VF1 പകരമാണ് നമ്മളിവിടെ ഇതിലേക്ക് CF1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CR1² CF1² പ്ലസ് CF1 ടാൻ ബീറ്റ1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ CR2 അതിനകത്ത് CR2² നമുക്ക് കണ്ടുപിടിക്കാം. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് CR2² CR2 എന്ന് പറയുന്നത് ഇതാണ്. VR2ന് പകരമാണ് CR2 പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിനകത്ത് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ ആണ് വരേണ്ടത്. അപ്പോൾ ഈ സൈഡിന് പകരം നമ്മൾ എന്തെടുത്തു? ടാൻ ബീറ്റ എന്താണ്? ടാൻ ബീറ്റ2 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അതിൽ നമുക്ക് എന്ത് ചെയ്തു? CR1² - CR2² ഇക്വേഷൻ നമുക്ക് കിട്ടി. CR1² - CR2². അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇതെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് CW2 - CW1ഉം CR1² - CR2² കൂടി ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ½ × CF/CBL × tan β1 + tan β2. ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ½ × CF, അതായത് CF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ വെലോസിറ്റി ഡിവൈഡഡ് ബൈ CBL എന്താണ്? ബ്ലേഡ് വെലോസിറ്റി × tan β1 + tan β2. ദ വാല്യൂ ഓഫ് RD നോർമലി ടേക്ക് ചെയ്യുന്ന എത്രയാണ്? നമുക്ക് നോർമലി ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ് വരുന്നത്. ആ 0.5 നമ്മളിവിടെ യൂഷ്വലി എടുക്കുന്ന വാല്യൂ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് CBL/CF എന്ന് പറയുന്നത് എത്ര കിട്ടും? CBL/CF = tan β1 + tan β2. അത് എപ്പോഴാണ് വരുന്നത്? വെൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് 0.5. അപ്പോൾ ഇത് ഇനി നമ്മൾ കുറച്ചുകൂടി സോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ G എന്ന് പറയുന്നത് CBL/CF അല്ലേ, tan β1 + tan β2. ഇനി tan α1 + tan α2, tan α1 + tan β1. നമ്മളിപ്പോൾ ഇത് ഒരു ഇക്വേഷനായിട്ട് സേവ് ചെയ്തു. നമ്മൾ വീണ്ടും tan α1 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈ സൈഡ് എന്താണ്? VW1. tan α1 എന്ന് പറയുന്നത് VW1 ഡിവൈഡഡ് ബൈ VF1. അതിനൊക്കെ tan β1 എന്ന് പറയുന്നത് എന്താണ്? tan β1 ഓപ്പോസിറ്റ് സൈഡ്. ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ്? അതായത് U - VW1 ആണ് ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? VF1. അപ്പോൾ U - VW1 ഡിവൈഡഡ് ബൈ VF1 ആണ് tan β1. tan α1 എന്ന് പറയുന്നത് VW1 ഡിവൈഡഡ് ബൈ VF1. അതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടിടത്തും എന്താണ്? VF1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. നമ്മൾ വിക്ക് പകരം ഇവിടെ C കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ tan α + tan β1 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് CW1ഉം ഇവിടെ -CW1. അപ്പോൾ അത് നമ്മൾ ക്യാൻസലായിട്ട് ഏത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് CBL/CF എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദാറ്റ് ഈസ് tan α1 + tan β1 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കിട്ടും. സിമിലർലി നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ tan α2 + tan β2 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും, CBL/CF. അത് രണ്ടും സെയിം തന്നെയല്ലേ റൈറ്റ് ഹാൻഡ് സൈഡ്. നമുക്ക് എന്ത് ചെയ്യാം? tan α1 + tan β1 = എന്തെന്ന് എഴുതാം? tan α2 + tan β2. അതായത് CBL/CF = tan α1 + tan β1 which is equal to tan α2 + tan β2 which is equal to tan β1 + tan β2. അത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോ?
ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്താണ്? ടാൻ CBL by CF is equal to tan beta 1 plus tan beta 2. ഓക്കെ, അപ്പോൾ അത് എല്ലാം കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഈ റിലേഷൻ എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് ടാൻ ബീറ്റ 1 ടാൻ ബീറ്റ 1 ക്യാൻസൽ ആയി പോകത്തില്ല. അപ്പോൾ നമുക്ക് ടാൻ ആൽഫ 1 ഇസിക്വൽ ടാൻ ബീറ്റ 2 എന്ന് കിട്ടില്ലേ? ടാൻ ആൽഫ 1 ഇസിക്വൽ ടാൻ ബീറ്റ 2 എന്ന് കിട്ടുമോ? അതിനൊക്കെ ഈ ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എത്തുന്നുണ്ട് ടാൻ ആൽഫ 2 ഇസിക്വൽ ടു ബീറ്റ 1 എന്ന് കിട്ടാം. അപ്പോൾ ടാൻ ആൽഫ 1 ഇസിക്വൽ ടു ടാൻ ബീറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽഫ 1 ഇസിക്വൽ ടു ബീറ്റ 2 ആണ്. ആംഗിൾ ആൽഫ 1 ഇസിക്വൽ ടു ബീറ്റ 2. അതിനൊക്കെ തന്നെ ഇവിടെ എന്ത് കിട്ടും? ആൽഫ 2 ഇസിക്വൽ ടു ബീറ്റ 1, അതായത് ആൽഫ 1 ഇസിക്വൽ ടു ബീറ്റ 2 എന്ന് കിട്ടും. ആൽഫ 2 ഇസിക്വൽ ടു ബീറ്റ 1 എന്ന് കിട്ടും. അതായത് ഇതെന്താ പറയുന്നത്? സൂം ചെയ്തിട്ടുണ്ട്. ആൽഫ 1 ഇസിക്വൽ ടു ബീറ്റ 2 എന്ന് കിട്ടും. അതിനൊക്കെ ആൽഫ 2 ഇസിക്വൽ ടു ബീറ്റ 1 എന്ന് കിട്ടും ഈ റിലേഷനിൽ നിന്ന്. അതായത് എപ്പോഴാണ് നമുക്ക് ഈ റിലേഷൻ കിട്ടുന്നത്? വെൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് 0.5. When degree of reaction is 0.5, alpha 1 is equal to beta 2, alpha 2 is equal to beta 1. Alpha 1 എന്ന് പറയുന്നത് ജെറ്റിൻ്റെ ഇൻലെറ്റ് ആംഗിളാണ്. എയറിൻ്റെ ഇൻലെറ്റ് ആംഗിളാണ് ആൽഫ 1 എന്ന് പറയുന്നത്. ബീറ്റ 2 എന്ന് പറയുന്നത് ഏതാണ്? പുറത്തേക്കുള്ള ബ്ലേഡ് വൈൻ ആംഗിളാണ്. അതിനൊക്കെ തന്നെ ആൽഫ 2 അതിനൊക്കെ വരും. ഔട്ട്ലെറ്റിലുള്ള ഇതാണ് എയറിൻ്റെ ആംഗിളാണ് ആൽഫ 2. ബീറ്റ 1 എന്ന് പറയുന്നത് ഇൻലെറ്റിലുള്ള ബ്ലേഡ് വൈൻ ആംഗിൾ. അതായത് 0.5 ഡിഗ്രി ഓഫ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? സിമെട്രിക്കൽ ബ്ലേഡ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ 0.5, the compressor have symmetrical blades and with this type of blade angles losses in flow paths are generally reduced. അപ്പോൾ 0.5 വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ്സ് സിമെട്രിക്കൽ ആയിരിക്കും. നമുക്ക് ഉള്ള വെയ്റ്റ്സ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും. അതാണ് നമുക്ക് ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത്. ആൽഫ 1 ഇസിക്വൽ ടു ബീറ്റ 2, ആൽഫ 2 ഇസിക്വൽ ടു ബീറ്റ 1 എന്ന് പ്രൂവ് ചെയ്യുന്നത് ബ്ലേഡ്സ് സിമെട്രിക്കൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബ്ലേഡ് ആംഗിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ പാത്സ് വളരെ കുറവായിരിക്കും. ലോസസ് ഇൻ ഫ്ലോ വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് പഠിക്കാനുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കണം, ഇത് ഫോർമുല പഠിക്കണം. പ്രഷർ റൈസ് ഇൻ റോട്ടർ ബ്ലേഡ്സ് ഡിവൈഡ് ബൈ പ്രഷർ റൈസ് ഇൻ കംപ്രസർ സ്റ്റേജ്. അതാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. പ്രഷർ റൈസ് ഇൻ റോട്ടർ ബ്ലേഡ്സ് ഡിവൈഡ് ബൈ പ്രഷർ റൈസ് ഇൻ കംപ്രസർ സ്റ്റേജ് ആണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് നമ്മൾ പഠിക്കാനുള്ള ഈ ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, ഇതും ബോക്സിലാക്കുക. പിന്നീട് പഠിക്കാനുള്ളത് ഈ ഇക്വേഷൻ പഠിക്കണം. ഇതൊരു ജനറലൈസ്ഡ് ഇക്വേഷനാണിത്. ഓക്കെ, പിന്നീട് നമ്മൾ ഈ ഒരു റിലേഷൻ പഠിക്കണം. അതായത് when degree of reaction is 0.5, alpha 1 is equal to beta 2 and alpha 2 is equal to beta 1. ഓക്കെ, ആ റിലേഷൻ നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളാം. നെക്സ്റ്റ്, പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. നമ്മളെല്ലാ കംപ്രസേഴ്സും പമ്പും ടർബൈനും ഒക്കെ പറഞ്ഞത് നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് മെയിൻലി രണ്ട് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. രണ്ട് കാറ്റഗറി ഓഫ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് പ്രഷർ റേഷ്യോ, പവർ എഫിഷ്യൻസി വേഴ്സസ് ഫ്ലോ റേറ്റ്. ഓക്കെ, രണ്ടാമത് പ്രഷർ റേഷ്യോ വേഴ്സസ് നോൺ ഡൈമെൻഷണൽ ഫ്ലോ റേറ്റ്. എന്താണ് പ്രഷർ റേഷ്യോ, പവർ എഫിഷ്യൻസി വേഴ്സസ് ഫ്ലോ റേറ്റ് എന്നുള്ള കാര്യം പറയാം. നമുക്ക് പ്രഷർ റേഷ്യോ എന്ന് പറയുന്നതാണ് P2/P1. ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? M., മാസ് ഫ്ലോ റേറ്റ്, M.. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പവർ വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, എഫിഷ്യൻസി വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. ഇനി പ്രഷർ റേഷ്യോ വേഴ്സസ് നോൺ ഡൈമെൻഷണൽ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? M., into root of T01 divided by P01. അതായത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. ഇതൊരു നോൺ ഡൈമെൻഷണൽ ടേമാണ്, ഡൈമെൻഷൻ ഇല്ലാത്തൊരു ടേമാണ്. ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് M. into root T01, അതായത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ഇൻലെറ്റ്. ഇത് തമ്മിലുള്ള ഇതാണ് പെർഫോമൻസ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് പ്രഷർ റേഷ്യോ, പവർ എഫിഷ്യൻസി വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വൈ ആക്സിസിൽ നമ്മളെന്ത് പ്രഷറും പ്രഷർ റേഷ്യോയും എഫിഷ്യൻസിയും പവറും വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്ത് എക്സ് ആക്സിസിൽ ഫ്ലോ റേറ്റ് പ്ലോട്ട് ചെയ്തു. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, പിന്നീട് ഒരു പെർട്ടിക്കുലർ ഇത് കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? മാക്സിമം എഫിഷ്യൻസി എത്തിയതിന് ശേഷം എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? മാസ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. സോ ആദ്യമായി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? എഫിഷ്യൻസി ഇൻക്രീസസ് ഇനിഷ്യലി വിത്ത് ഇൻക്രീസ് ഇൻ മാസ് ഫ്ലോ റേറ്റ് ആൻഡ് അറ്റൈൻസ് എ മാക്സിമം വാല്യൂ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ എഫിഷ്യൻസി ഈസ് ഡിക്രീസിങ്. എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നതിന് ശേഷം
ഓക്കെ, ആദ്യമേ കൂടുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു. മാസ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എയറിൻ്റെ മാസ് ഫ്ലോ റേറ്റിനനുസരിച്ച് വരുന്ന വ്യത്യാസമാണ്, എഫിഷ്യൻസിക്ക് വരുന്ന വ്യത്യാസമാണ്. മാക്സ് ഫ്ലോ റേറ്റ് മാക്സിമം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി കൊണ്ടുവരുമ്പോൾ ഒരു മാക്സിമം പോയിന്റ് എത്തുന്നു, എഫിഷ്യൻസിയുടെ മാക്സിമം വാല്യൂ എത്തുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അടുത്തത് പവർ വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് ആണ് അടുത്ത് പറയുന്നത്. പവർ വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് ആണ് ഈ രീതിയിൽ വരുന്ന പ്ലോട്ട്. അതായത് മാസ് ഫ്ലോ റേറ്റ് കൂടുമ്പോൾ പവർ കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതെന്തായാലും അങ്ങനെയല്ലേ വരത്തുള്ളൂ. മാസ് ഫ്ലോ റേറ്റ് കൂടുമ്പോൾ പവർ കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് പവർ കൺസപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് സർജ് ലൈനാണ്. സർജ് ലൈൻ എന്ന് പറയുന്നത് സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫ്ലോ, കംപ്രസറിൽ നിന്നുള്ളൊരു ബാക്ക് ഫ്ലോ ആണ്. ഓക്കെ, അത് മാസ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് സർജ് കൂടി വരും. ഇത് പല ആർ പി എത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. N1 എന്ന് പറയുന്ന ഒരു RPM, N2 എന്ന് പറയുന്ന അടുത്ത RPM, N3 എന്ന് പറയുന്ന അടുത്ത RPM. അപ്പോൾ അതിൽ N1 ആണ് ഏറ്റവും ഹയർ RPM ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റ്, വളരെ ഹൈ മാസ് ഫ്ലോ റേറ്റിലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഇതുണ്ടാവുള്ളൂ, സർജിങ് ഉണ്ടാവുള്ളൂ. ഇത് വളരെ കമ്പാരിറ്റീവ്ലി ലോവർ മാസ് ഫ്ലോ റേറ്റിലും നമുക്ക് എന്തെങ്കിലും സർജിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ കുറഞ്ഞ സ്പീഡാണ് N4 എന്ന് പറയുന്നത്. അതിൽ വളരെ കുറഞ്ഞ മാസ് ഫ്ലോ റേറ്റിൽ തന്നെ നമുക്ക് എന്തുണ്ടാകുന്നു, സർജിങ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് സർജ് ലൈൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് നോൺ ഡയമെൻഷണൽ ഫ്ലോ റേറ്റ്, അതിൻ്റെ കർവാണ്. അതായത് പ്രഷർ റേഷ്യോ വേഴ്സസ് നോൺ ഡയമെൻഷണൽ ഫ്ലോ റേറ്റ്. അതായത് M√T01 ഡിവൈഡഡ് ബൈ P01. T01 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ്, P01 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ഇൻലെറ്റ്, M എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി കിട്ടുന്നു. ആ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി വേഴ്സസ് പ്രഷറിൻ്റെ ഒരു പ്ലോട്ടാണ്. അത് നമ്മൾ സർജ് ലൈൻ തന്നെയാണ് വരയ്ക്കുന്നത്. സർജ് ലൈനിന് പല വാല്യൂ വരുന്നതിനനുസരിച്ച് സർജിൻ്റെ എപ്പോഴാണ് ബാക്ക് ഫ്ലോ വരുന്നത് എന്നുള്ളത് വെച്ചിട്ടുള്ള പ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരച്ചേക്കുക. അതിങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ അതൊന്ന് വരച്ച് പഠിച്ചേക്കുക. ദെൻ ഐഡിയൽ ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് കർവ് ഫോർ ആൻ ആക്സിയൽ ഫ്ലോ കംപ്രസർ. ഐഡിയൽ കർവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പ്രഷർ റേഷ്യോ വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ് ആണ് വരുന്നത്. പ്രഷർ റൈസ് വേഴ്സസ് മാസ് ഫ്ലോ റേറ്റ്. അതിനകത്ത് ഐഡിയൽ എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ റൈസ് കുറയുന്നു. പ്രഷർ റൈസും മാസ് ഫ്ലോ റേറ്റും ഇൻവേഴ്സ്ലി ആയിട്ട് വരുന്നതാണ്. പ്രഷർ റൈസ് കൂടുന്നതിനനുസരിച്ച് ഇത് വളരെ ലോ പ്രഷർ മാസ് ഫ്ലോ റേറ്റ് ആയിരുന്നു, അവിടെ വളരെ ഹൈ പ്രഷർ. മാസ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ റൈസ് കുറയുന്നു. ഇത് ഐഡിയൽ കേസ്. പക്ഷേ ആക്ച്വൽ കേസിൽ നമുക്ക് ഇനിഷ്യലി വളരെ ലോ മാസ് ഫ്ലോ റേറ്റിൽ ഇനിഷ്യലി നമുക്കൊരു പ്രഷർ റൈസ് ഉണ്ടാകുന്നില്ല, ഒരു പീക്ക് പ്രഷർ റൈസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒപ്റ്റിമൽ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. ആ മാസ് ഫ്ലോ റേറ്റിൽ ആക്ച്വൽ കേസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഒരു ഒപ്റ്റിമൽ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. ആ മാസ് ഫ്ലോ റേറ്റിൽ നമുക്ക് മാക്സിമം പ്രഷർ റൈസ് കിട്ടുന്നതാണ്. നമുക്ക് പ്രഷർ കൂട്ടാനാണല്ലോ നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഒപ്റ്റിമൽ മാസ് ഫ്ലോ റേറ്റിൽ നമുക്ക് ഒരു ഒപ്റ്റിമൽ പ്രഷർ റൈസ് കിട്ടുന്നു. അതിനുശേഷം മാസ് ഫ്ലോ റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രഷർ റൈസ് കുറയുന്നു. അപ്പോൾ ഈ ഒരു മാക്സിമം ആ ഒരു പ്രഷർ റൈസ് കിട്ടുന്ന മാസ് ഫ്ലോ റേറ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സർജ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മാക്സിമം കണ്ടീഷൻ, മാസ് ഫ്ലോ റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ശേഷം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വൽ പ്ലോട്ട് വരുന്നത്. പെർഫോമൻസ് കർവ് ആക്ച്വലും ഇത് ഐഡിയൽ. അപ്പോൾ ആക്ച്വൽ എന്ന് പറയുമ്പോൾ വളരെ ലോ മാസ് ഫ്ലോ റേറ്റിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അത് ഒരു പെർട്ടിക്കുലർ സർജ് പോയിന്റിൽ നമുക്ക് മാക്സിമം പ്രഷർ റൈസ് കിട്ടും. പിന്നീട് മാസ് ഫ്ലോ റേറ്റ് കൂടി വരുന്നതിനനുസരിച്ച് പ്രഷർ റൈസ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലോസസ് എന്നുള്ളതാക്കാം, കംപ്രസറിനകത്ത് വരുന്ന ലോസസ്. അപ്പോൾ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കംപ്രസറിനകത്ത് ലോസസ് വരുന്നത്. ഒന്ന് പ്രൊഫൈൽ ലോസസ് ഓൺ ദ സർഫസ് ഓഫ് ബ്ലേഡ്. പ്രൊഫൈൽ ലോസസ് ഓൺ ദ സർഫസ് ഓഫ് ബ്ലേഡ്, ബ്ലേഡ്സിലുണ്ടാകുന്ന പ്രൊഫൈൽ ലോസസ്, അതായത് എയർ ഫ്രിക്ഷൻ ബ്ലേഡ്സിനകത്ത് തട്ടിയിട്ടുണ്ടാകുന്ന ലോസസ്. ദെൻ സ്കിൻ ഫ്രിക്ഷൻ ഓൺ ദ ആനുലസ് വാൾസ്, അതായത് ഇതിൻ്റെ ആനുലസിൻ്റെ വാൾസുമായിട്ട് എയറിന് ഫ്രിക്ഷൻ ഉണ്ടാവുന്ന ലോസസ്. ദെൻ സെക്കൻഡറി ലോസസ്. അപ്പോൾ ഈ 3 ലോസസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് പ്രൊഫൈൽ ലോസസ്, ഒന്ന് സ്കിൻ ഫ്രിക്ഷൻ ലോസ്, ദെൻ സെക്കൻഡറി ലോസ്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സ്ലൈഡിൽ ഒന്നുകൂടി കയറി വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോന്നും നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. പ്രൊഫൈൽ ലോസസ് ഓൺ ദ സർഫസ് ഓഫ് ബ്ലേഡ്സ്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണത്? ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി എയർ ആൻഡ് ദ സർഫസ് ഓഫ് ബ്ലേഡ്. സർഫസ് ഓഫ് ബ്ലേഡിൻ്റെ നമുക്കിപ്പോൾ കണ്ടു കുറേ റോട്ടർ ബ്ലേഡ്സും സ്റ്റേറ്റർ ബ്ലേഡ്സും ഒക്കെ ഉണ്ട് ആക്സിയൽ ഫ്ലോ കംപ്രസറിനകത്ത്. അപ്പോൾ അവിടെ ഈ എയർ ഈ ബ്ലേഡ്സുമായിട്ട് ചേർന്നിട്ട് ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാകുന്നതിനാണ് പ്രൊഫൈൽ ലോസസ് എന്ന് പറയുന്നത്.
This losses may also arise due to mixing of air from the after the blades. These losses are determined exponentially. ഓക്കെ, സ്കിൻ ഫ്രിക്ഷൻ ഓൺ ദ അനലസ് വാൾസ്. നമുക്ക് അനലസ് വാൾസുമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്ന ലോസസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ നമ്മൾ വാൾസിനകത്ത് ഹിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസസ് ആണ്. ദെൻ സെക്കൻഡറി ഫ്ലോ ലോസസ്, അതാണ് നമ്മൾ ലാസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ പ്രൊഫൈൽ ലോസും രണ്ടാമത്തെ സ്കിൻ ഫ്രിക്ഷൻ ലോസുമാണ്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ഫ്ലോ ലോസസ് എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ലോസാണ് സെക്കൻഡറി ഫ്ലോ ലോസസ്. അതായത് ഈ കർവേച്ചർ ഓഫ് ബ്ലേഡും അതിൻ്റെ ബൗണ്ടറി ലെയർ ഫോർമേഷനും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ലോസസാണ് സെക്കൻഡറി ഫ്ലോ ലോസസ്. ഈ ലോസസ് നോർമലി ഉണ്ടാകുന്ന ഒരു ബെൻഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഷിയർ ഫ്ലോ പാസേജ് ഉണ്ടാകുന്നതാണ് സെക്കൻഡറി ഫ്ലോ ലോസസ്. അപ്പോൾ ഇത്രയും ലോസസാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നത്.